മക്കളെ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഈ ജനുവരി 21 ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. അതായത് പുതിയ ആൾക്കാരെക്കാളും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഗ്രൂപ്പ് ഡി പരീക്ഷ നിസ്സാരമായ മാർക്കിന് കയ്യിൽ നിന്ന് പോയ ആൾക്കാർ. അതായത് എക്സാം സെന്ററിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ അവരൊക്കെ ചിന്തിച്ചത് ഇങ്ങനെയായിരിക്കും: എനിക്ക് കുറച്ച് സമയം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും കൂടെ പഠിച്ചു തീർക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു 5 മാർക്കും കൂടി എനിക്ക് കയറ്റാൻ പറ്റിയിരുന്നെങ്കിൽ ജോലി ഉറപ്പിക്കാമായിരുന്നു, വെറുതെ ഞാനായിട്ട് കൊണ്ടുകളഞ്ഞു, പക്ഷേ അടുത്തത് എനിക്ക് പിടിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ, അവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ 22,000+ വേക്കൻസിയുമായിട്ട് ജനുവരി 21 ഗ്രൂപ്പ് ഡിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വരികയാണ്. അവിടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഏജ് ലിമിറ്റ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, ഇപ്പോഴും 10ാം ക്ലാസ് തന്നെ ആയിരിക്കുമോ ക്വാളിഫിക്കേഷൻ, എന്തെങ്കിലും മാറ്റം വരുമോ, IT ആകുമോ, അങ്ങനെ പലർക്കും ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പൊ ഇത് റെയിൽവേ തന്നെ പുറത്തിറക്കിയ പരസ്യമാണ്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നുണ്ട്, നോക്കിയേ, ജനുവരി 21 പുതിയ നോട്ടിഫിക്കേഷൻ ഇങ്ങ് എത്തുകയാണ്. ജനുവരി 21 മുതൽ ഫെബ്രുവരി 20 വരെ നമുക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. അവിടെ ഇനിഷ്യൽ പേ വന്നിട്ട് 18,000 രൂപയാണ് ഇനിഷ്യൽ പേ വരുന്നത്. മക്കളെ, ഇതൊന്നും അല്ല സാലറി. അതായത് ഇതിന്റെ ഏതാണ്ട് 56% DA ഉണ്ട്, HRA ഉണ്ട്, പിന്നെ ഒരുപാട് അലവൻസ് ഉണ്ട്. സോ സ്റ്റാർട്ടിങ് തന്നെ ഏതാണ്ട് ഒരു 33,000 പ്ലസ് സാലറി നിങ്ങൾക്ക് അവിടെ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. മാത്രമല്ല പുതിയ പേ കമ്മീഷനും വരാൻ പോവുകയാണ്. സോ പുതിയ പേ കമ്മീഷനും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ സാലറി ഏറ്റവും ചുരുങ്ങിയത് ഒരു 40,000+ സാലറി നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. ഓർക്കാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ കയറിയാൽ, അതായത് കേരള PS നടത്തുന്ന ഡിഗ്രി ലെവൽ ഏറ്റവും ഗ്ലാമറസ് പോസ്റ്റ് ആയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആയിട്ട് ഒരാൾ കയറിയാൽ അവിടെ അയാൾക്ക് ആദ്യം കിട്ടുന്നത് 36,000 37,000 കിട്ടുമ്പോൾ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ 40,000+ സാലറിയാണ് ഇവിടെ വരാൻ പോകുന്നത്. മാത്രമല്ല UPS ആണ്, പെൻഷൻ, ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ജോലി പാടാണ്, ആദ്യമേ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ ഏജ് ലിമിറ്റ് വരുന്നത് 18 വയസ്സ് മുതൽ 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. അതായത് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2026 നിന്ന് കുറയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇങ്ങനെ പറയാം: ജനറൽ കാറ്റഗറി ആണെങ്കിൽ 2/1/1993 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 2/1/1993 1/1/2026 ഇടയ്ക്ക് ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി OBC ആണെങ്കിൽ 3 വർഷം ഇളവുണ്ട്. 2/1/1990 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി SC ST ആണെങ്കിൽ 5 വർഷം ഇളവുണ്ട്. 2/1/1988 ശേഷം ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. വേക്കൻസി നോക്കുകയാണെങ്കിൽ 22,000+ വേക്കൻസിയാണ് നിലവിലുള്ളത്. 22,000+ വേക്കൻസി ലിസ്റ്റും കൂടെ അവർ ഈ നോട്ടിഫിക്കേഷന് കൂടെ അവർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്തൊരു ഡൗട്ട് വരുന്നത്, എന്താണ് ക്വാളിഫിക്കേഷൻ? ഓക്കെ, ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? ഈ ഗ്രൂപ്പ് ഡി ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2019 മുമ്പ് വരെ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ, അതായത് ലെവൽ 1 പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ വന്നിട്ട് IT ആയിരുന്നു ക്വാളിഫിക്കേഷൻ. പക്ഷേ 2019 സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു, ഒരു ഓർഡർ ഇഷ്യൂ ചെയ്തു. അതായത് ഇപ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ SSLC ആയിരിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെയും ക്വാളിഫിക്കേഷൻ, ഗ്രൂപ്പ് ഡി പരീക്ഷകളുടെ ക്വാളിഫിക്കേഷൻ IT ആയിരിക്കും. അപ്പൊ 2024 അല്ലെങ്കിൽ 2025 ആദ്യം പുതിയ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ പഴയത് തന്നെയായി. അങ്ങനെ നിരഞ്ജൻ കുമാർ വേഴ്സസ് റെയിൽവേ എന്ന് പറഞ്ഞിട്ടൊരു കേസൊക്കെ അങ്ങ് പോയി. അതിന്റെ ഫലമായിട്ട് കുറെ തവണയൊക്കെ പരീക്ഷ നീട്ടിവെച്ചു, എക്സാം നീട്ടിവെച്ചു, വിധി നീട്ടിവെച്ചു, കുറെ അങ്ങ് പോയി. അങ്ങനെ ഗ്രൂപ്പ് ഡി പരീക്ഷ നടക്കാൻ തന്നെ ഏതാണ്ട് ഒരു 4-5 മാസം താമസിച്ചായിരുന്നു. അപ്പോൾ ആ കേസിന്റെ അവസാനം ഒരു പ്രശ്നം ഉണ്ടായില്ല. റെയിൽവേക്ക് അനുകൂലമായിട്ട് വിധി വന്നു. റെയിൽവേക്ക് എക്സാം കണ്ടക്ട് ചെയ്യാൻ, ബാക്കിയെല്ലാം അങ്ങനെ അങ്ങ് പോയി. ഓക്കെ, അപ്പോൾ നിലവിലും ക്വാളിഫിക്കേഷനിൽ മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല. 10ാം ക്ലാസ് തന്നെ ആയിരിക്കും ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒന്നുകിൽ 10 അല്ലെങ്കിൽ IT. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ എന്താണ് ക്വാളിഫിക്കേഷൻ അത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. ഇപ്പോൾ തൊഴിൽ വാർത്തയിലും വന്ന റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ കിടപ്പുണ്ട്. റെയിൽവേയിൽ ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ചുരുക്കത്തിലുള്ള വിജ്ഞാപനമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിശദമായ വിജ്ഞാപനം ഉടൻ വരും. ജനുവരി 21 മുതൽ അപേക്ഷ സമർപ്പിക്കാം. ഗ്രൂപ്പ് ഡി എന്ന പേരിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന തസ്തികകളാണ് ലെവൽ 1 ഉള്ളത്. രാജ്യത്തെ വിവിധ റെയിൽവേ സോണുകളിലായി 22,000+ ഒഴിവുകളുണ്ട്. 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI, നാഷണൽ അപ്രന്റീസ്ഷിപ്പ് എന്നിവയാണ് മുൻ വിജ്ഞാപനത്തിലെ യോഗ്യത. ഇത്തവണയും ഇതേ യോഗ്യത തന്നെ ആകുമെന്നാണ് വിവരം. അതായത് ക്വാളിഫിക്കേഷൻ മാറാനൊന്നും പോകുന്നില്ല, 10ാം ക്ലാസ് ആയിരിക്കും ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ, നിങ്ങൾ റെഡിയാണോ? പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ റെഡിയാണോ? അവിടെ ഒറ്റ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ അവിടെ റെയിൽവേയുടെ സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ പലർക്കും അറിയത്തില്ല ഗ്രൂപ്പ് ഡി എക്സാം എന്ന് വെച്ചാൽ എന്താണെന്ന് പലർക്കും അറിയത്തില്ല. ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞു തരാം. അതായത് റെയിൽവേ എക്സാംസിന് നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. റെയിൽവേ എക്സാംസിന് നമുക്ക് പ്രധാനമായിട്ടും 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇത് റെയിൽവേ എക്സാംസ് ആണെന്ന് സങ്കല്പിക്കാം, അല്ലെങ്കിൽ റെയിൽവേ ജോലിയാണെന്ന് സങ്കല്പിക്കാം. ഒന്നാമത്തേത് ഗ്രൂപ്പ് A ആണ്. ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ UPSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്, നമ്മുടെ സിവിൽ സർവീസ് ഒക്കെ പോലെ.
രണ്ടാമത്തേത് ഗ്രൂപ്പ് ബി ആണ്. ഓക്കെ, ഗ്രൂപ്പ് ബിയിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് എക്സാം നടക്കാറില്ല. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ അടുത്ത മൂന്നാമത്തേത് ഗ്രൂപ്പ് സി ആണ്. ഗ്രൂപ്പ് സിയുടെ പ്രൊമോഷൻ പോസ്റ്റ് ആണ് ഗ്രൂപ്പ് ബി എന്ന് പറയുന്നത്. നാലാമത്തേത് ഗ്രൂപ്പ് ഡി ആണ്. ഓക്കെ, ഗ്രൂപ്പ് ഡി. ഇങ്ങനെ 4 കാറ്റഗറിയിലാണ് റെയിൽവേ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കണം, ഇപ്പോൾ ഗ്രൂപ്പ് ഡി ഇല്ല, പകരം ഈ ഗ്രൂപ്പ് ഡിയെ മാറ്റിയിട്ട് ഗ്രൂപ്പ് ഡിയെ മാറ്റിയിട്ട് ഗ്രൂപ്പ് സിയിലെ ലെവൽ 1 പോസ്റ്റ് ആയിട്ട് മാറ്റി. അതായത് ഗ്രൂപ്പ് സി നോക്കുകയാണെങ്കിൽ ലെവൽ 1 പോസ്റ്റ് ഉണ്ട്, ഏറ്റവും താഴെയുള്ള പോസ്റ്റ്, നമ്മളിപ്പോൾ ഏറ്റവും താഴെയുള്ള പോസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, ലെവൽ 1 പോസ്റ്റ്. അതേപോലെ ലെവൽ 2, ലെവൽ 3, ലെവൽ 4 ഒക്കെ NTPC അണ്ടർ ഗ്രാജുവേറ്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് ലെവൽ 4, ലെവൽ 5, ലെവൽ 6 ഒക്കെ NTPC ഗ്രാജുവേറ്റിലേക്കും ജെയിലൊക്കെ അങ്ങ് പോയി. അപ്പൊ അങ്ങനെയാണ് എക്സാംസിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കാം. ഈ ഗ്രൂപ്പ് സിക്ക് അത് തന്നെ നമുക്ക് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേത് ടെക്നിക്കൽ പോസ്റ്റുകളും രണ്ടാമത്തേത് നോൺ ടെക്നിക്കൽ പോസ്റ്റുകളും. അങ്ങനെ 2ആയിട്ടൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഒരു വലിയൊരു അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. 22,000 പ്ലസ് വേക്കൻസിയുമായിട്ട് മക്കളെ പൊരുതിക്കോടാം. അതിനുവേണ്ടി സൂപ്പർ നോട്ട്സ് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ട് ഒരു കാര്യം ഉറപ്പു തരാം, നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ്സസ് കിട്ടിയിരിക്കും. കേരളത്തിലെ ഏറ്റവും സൂപ്പർ ക്ലാസ്സസ് കൊടുക്കുന്നത് ഒരു സംശയവും ഇല്ല, സൂപ്പർ നോട്ട്സ് തന്നെയാണ്. മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടും. തകർക്കാൻ നമുക്ക്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി റിസൾട്ട് വരുമ്പോഴും സൂപ്പർ നോട്ട്സ് ആയിരിക്കും കത്തി നിൽക്കാൻ പോകുന്നത്. കാര്യം നമ്മളെ പിള്ളേർ പോയി തകർത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മക്കളെ ആദ്യം തന്നെ ജോയിൻ ചെയ്തോളാം. കഴിഞ്ഞ തവണത്തെ പോലെ ഒരുപാടൊന്നും എക്സാം നീളത്തില്ല. അതായത് കഴിഞ്ഞ തവണ ഒരു കേസിന്റെ ഫലമായിട്ട് എക്സാം ഈ ഡിസംബർ വരെ പോയായിരുന്നു. പക്ഷെ അടുത്ത തവണ നമുക്കൊരു സെപ്റ്റംബർ മാസമൊക്കെ, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ മാസമൊക്കെ എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 7 മാസമൊക്കെ നിങ്ങളുടെ മുമ്പിലുണ്ട്. 7 മാസം നമ്മുടെ കൂടെ പൊരുതാ റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്തോ, ആദ്യമേ തന്നെ ജോയിൻ ചെയ്തോ. ഇപ്പോൾ ന്യൂ ഇയർ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു സ്റ്റാർട്ടിന് റെഡിയാണെങ്കിൽ സൂപ്പർ നോട്ട്സ് ഇപ്പോൾ നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ഫ്ലാറ്റ് 20% ഓഫ് ഉണ്ട്. ജനുവരി 2 വരെ ആദ്യം ജോയിൻ ചെയ്യുന്ന 250 പേർക്ക്. സോ ഈ അവസരം നിങ്ങൾ മിസ്സാക്കണ്ട. അതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ താഴെ ഗൂഗിൾ ഫോം ഇട്ടേക്കാം, അതൊന്ന് ഫില്ല് ചെയ്തോ. എന്നിട്ട് ഞങ്ങളുടെ കൂടെ പഠിച്ചു തുടങ്ങാം. ക്ലാസ്സിൽ കാണാം മക്കളെ. ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങളിപ്പോൾ കാണുന്നത് സൂപ്പർ നോട്ട്സിന്റെ SSC RRB ചാനലാണ്. നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ മെയിൻ ചാനലല്ല, സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സൂപ്പർ നോട്ട്സ് സ്റ്റാർട്ട് ചെയ്ത സൂപ്പർ നോട്ട്സിന്റെ ചാനലാണിത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, മറക്കണ്ട. എല്ലാ അപ്ഡേറ്റും ആദ്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.